സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമായ ഒരു ഉപമ യേശു കർത്താവ് പറഞ്ഞത് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ കാണുന്നു. ആ ഉപമയിൽ ഒരു സംഭവം നടക്കുന്നു. അതായത് ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ ദാസന്മാർ വീട്ടുടയവൻ്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, ഞങ്ങൾ പോയി കള പറിച്ച് കൂട്ടട്ടെയോ എന്ന് ചോദിച്ചു. അതിന് വീട്ടുടയവൻ, അത് ചെയ്യരുത്, കാരണം കള പറിക്കുമ്പോൾ ഗോതമ്പ് കൂടെ പിഴുതു പോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ച് കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഗോതമ്പും കളയും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയുമെങ്കിലും ഇവ രണ്ടിൻ്റെയും വേരുകൾ ഇഴചേർന്ന് കിടക്കുകയാണ്. കള പറിക്കുന്ന വേളയിൽ ഗോതമ്പ് കൂടി പറിച്ചെടുക്കുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഗോതമ്പിൽ നിന്നും കളകൾ നീക്കം ചെയ്യുന്ന ജോലി നാം ചെയ്യരുത്. അത് ദൈവത്തിൻ്റെ ജോലിയാണ്. ഈ ലോകമാകുന്ന വയലിലും അല്ലായെങ്കിൽ സഭയുടെ കൃഷിസ്ഥലത്ത് പോലും ഗോതമ്പും കളകളും അടുത്തടുത്തായി വളരുന്നു. നന്മയും തിന്മയും, സത്യവും അസത്യവും, ആത്മാർത്ഥ ഹൃദയവും വ്യാജ ഹൃദയവും, യഥാർത്ഥ ഭക്തിയും കപടഭക്തിയും, നല്ല ഫലവും ആകാത്ത ഫലവും ഒരുമിച്ച് വളരുന്നു. ഇങ്ങനെയുള്ള കളകളെ പറിക്കുന്ന ജോലി ദൈവത്തെ ഏൽപ്പിക്കുക. നമ്മെ ഏൽപ്പിച്ചതിൽ നാം വിശ്വസ്തരായി ജീവിക്കുക. ആരെയും നാം വിധിക്കുവാൻ പോകരുത്. ദൈവം ആ കാര്യം നോക്കിക്കൊള്ളട്ടെ. പഴയ നിയമത്തിലെ യോസഫിന് നേരെ വിശ്വാസവഞ്ചനയും വ്യാജ ആരോപണങ്ങളും അനീതിയും കളയായി പൊങ്ങി വന്നു. യോസഫോ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിന്നു. അവനൊടുവിൽ ഇങ്ങനെ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യം, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. വലിയൊരു കൂട്ടം ജനതയെ രക്ഷിക്കുവാൻ തക്കവണ്ണം യോസഫ് ഫലം പുറപ്പെടുവിച്ചു. യോസഫിനെ പറ്റി തൻ്റെ അപ്പനായി യാക്കോബ് പറഞ്ഞ മൊഴിയത്രേ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം, യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. ഡിയർ ഫ്രണ്ട്സ്, നമ്മിൽ നിന്നും ഒരു കാരണവശാലും കള വളരരുത്. നമുക്ക് ചുറ്റും വളരുന്ന കളയുടെ കാര്യം ദൈവത്തെ ഏൽപ്പിക്കുക. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.